السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا وقرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ അടുത്ത സിറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അറബി ഭാഷയുടെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത ദർജയിലേക്ക് അല്ലെങ്കിൽ ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെ നിർത്തിയത്? 19ാമത്തെ പാഠമാണ് വായിക്കേണ്ടത് അല്ലേ? അതെ തുടങ്ങിയിട്ടുള്ളൂ. പേജ് നമ്പർ 163. പേജ് നമ്പർ ഒന്നും എനിക്ക് കാണില്ല. ഓക്കെ. അപ്പൊ കുറച്ച് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ പാഠത്തിൽ. നമ്മളങ്ങോട്ട് പാഠം കൂടുതൽ പഠിച്ചത് വരുന്തോറും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോന്നും അതിൻ്റെതായ പ്രാധാന്യത്തിൽ മനസ്സിലാക്കും. എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വിചാരിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, എല്ലാം സ്മൂത്ത് ആണെന്ന് വിചാരിച്ചാൽ സ്മൂത്താണ്. സംഗതി സ്മൂത്തായിട്ട് മനസ്സിലാക്കുക. എല്ലാം എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് കേൾക്കുക. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എങ്കിൽ ഇത്രയുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, അയാളെ കുറച്ച് കാര്യം അറിയാമെങ്കിൽ കുറച്ച് കാര്യം അറിഞ്ഞു. അപ്പൊ ഏതൊക്കെ അർത്ഥത്തിലാണ്, ഏതൊക്കെ ഇമ്പോർട്ടൻസിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുക. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വിശാലമായി പഠിക്കുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കി. അതായത് ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കാര്യം നേടാം. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ അതിൻ്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകാൻ പറ്റും. ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് എത്ര അറിയാം എന്നത് പോലെയാണ്. ബന്ധുവാണ് എന്നറിയാം, നമ്മുടെ എത്രത്തോളം അടുത്ത ബന്ധുവാണെന്ന് നമുക്കറിയാം എങ്കിൽ അത്രയും അറിയാം. പിന്നെ അയാളുടെ ബാക്കി കാര്യങ്ങൾ, അയാളുടെ കുട്ടികൾ, കുടുംബം, അയാൾ വാങ്ങിച്ച സ്ഥലം, അയാൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം, അയാളുടെ വീട്, അയാളുടെ വീട്ടിന്റെ മറ്റ് ചുറ്റുപാടുകൾ, അയാളുടെ കൃഷിസ്ഥലം, അയാൾക്ക് ജോലി, അങ്ങനെ. അപ്പോൾ അയാളുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. എന്നതുപോലെയാണ് ഭാഷയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതോറും ഭാഷയിൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഡെപ്തും അതിൻ്റെ എവിടേക്കാണ് ഊന്നലുകളെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമുക്ക് പാഠം വായിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അൽ മുദരിസ് അയ്ന അഹ്മദു യാ ഇഖ്വാൻ. അയ്ന അഹ്മദു യാ ഇഖ്വാൻ. സഹോദരന്മാരെ, അഹമ്മദ് എവിടെ? സാഫറ ഇല മക്കത്ത. നമ്മളെ കളർ ഹൈലൈറ്റ് എന്താണുള്ളത്? കളർ പെന്നാണോ, ഹൈലൈറ്റർ ആണോ? ടെക്സ്റ്റ് ബുക്കും ഇതും ഒരുമിച്ച് നോക്കണം. അല്ലെങ്കിൽ എഴുത്തൊരു ക്ലാസ്സിന്റെ കൂടെ നടക്കില്ല. എഴുതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത് കേട്ടിട്ട് എഴുതേണ്ടി. സാഫറ എന്നത് എന്താണ്? നമ്മൾ ജാഹദ ഗ്രൂപ്പിൽ പഠിച്ച ഒരു ക്രിയയാണ്. ജാഹദ പഠിച്ചതുപോലുള്ള അല്ലെങ്കിൽ ജാഹദയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ് സാഫറ. സഫറുമായി ബന്ധപ്പെട്ട് അത് സാഫറ എന്ന് മാത്രമേ വരുള്ളൂ. സാഫറ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ 3+ ക്രിയകളിലേക്കാണ് പോകുന്നത്. 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരങ്ങൾ ഉള്ള ക്രിയകൾ. അപ്പൊ അതിൽപ്പെട്ടതാണ് ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട സാഫറ. സഞ്ചരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഇലാ മക്കത്ത, മക്കയിലേക്ക് സഞ്ചരിച്ചു അല്ലെങ്കിൽ പോയി, യാത്ര പോയി എന്നർത്ഥം. പുറപ്പെട്ടിരിക്കുകയാണ്,
എന്നും പറയാം. നമ്മളെ മലയാളത്തിൽ പറയുന്നത് അർത്ഥത്തിൽ. ഇലാ മക്കത്ത ലി ഇയാദത്തി അഖീഹിൽ മരീദ്. ഇയാദത്തി. അപ്പോ ആദ യഊദു അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇയാദത്ത് എന്ന് പറയുന്നത് നമ്മളെ അബദ യഅബുദുവിന്റെ ക്രിയാധാത പഠിച്ചു. അതേപോലെ ക്രിയാധാതു ഉള്ള ഒരു ക്രിയ. അപ്പോ നമ്മൾ ക്രിയാധാതുക്കളുടെ പാറ്റേൺ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും എഴുതി തയ്യാറാക്കാം. ഒരു നോട്ട്ബുക്കിൽ ക്രിയാധാതുക്കളുടെ പാറ്റേൺ, ബഹുവചനങ്ങളുടെ പാറ്റേൺ എഴുതി വെച്ചു. അപ്പൊ അതേപോലെ ക്രിയാധാതുക്കൾ എന്തുണ്ട്? ക്രിയാധാതുക്കൾക്ക് പാറ്റേൺ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെയെങ്കിലും പറഞ്ഞുവിടുകയല്ല, മറിച്ച് എന്താണ്, അതിന് ഘടനയുണ്ട്. പക്ഷേ ഇന്ന ക്രിയയ്ക്ക് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയ്ക്ക് ഇന്ന രീതിയിൽ ക്രിയാധാതു വരും എന്നല്ല പറയും. അതേസമയം ക്രിയാധാതുക്കൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാറ്റേണുകളിൽ ഏതെങ്കിലും ഒരു പാറ്റേണിൽ മാത്രമേ ക്രിയാധാതു വരൂ. ബഹുവചനങ്ങൾക്ക്, ബ്രോക്കൺ പ്ലൂറൽസുകൾക്ക്, പ്ലൂറലുകൾക്ക്, വിഘടിത ബഹുവചനങ്ങൾക്ക്, ജമ്മു തക്സീറിന് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകളിൽ ഒന്നിൽ മാത്രമേ ജമ്മു തക്സീർ വരുള്ളൂ. അതേപോലെ ക്രിയാധാതുക്കൾക്ക് പാറ്റേൺ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാറ്റേണിലെ ക്രിയാധാതു വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ക്രിയകളുടെ എല്ലാത്തിൻ്റെയും ക്രിയാധാതുക്കളെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ക്രിയാധാതുക്കളുടെ പാറ്റേൺ ഉണ്ടാക്കുക. ഫഅല ക്രിയാധാതു എന്താ? ഫഅലയുടെ ക്രിയാധാതു ഫിഅലുണ്ട്. അപ്പോ ക്രിയാധാതുവിന്റെ ഒരു പാറ്റേൺ കിട്ടി, ഫിഅലുൻ എന്നതാണ്. ഫതഹയുടെ ക്രിയാധാതു എന്താ? ഫതഹയുടെ ക്രിയാധാതു ഫതഹനാണ്. അപ്പൊ വേറൊരു പാറ്റേൺ ആണത്. ദഖലയുടെ ക്രിയാധാതു എന്താ? ദുഖൂലുൻ എന്നാണ്, വേറൊരു പാറ്റേൺ ആണ്. നമ്മൾ കുറെയൊക്കെ നേരത്തെ പഠിച്ചായിരുന്നത്. അതേപോലെ അബദയുടെ ക്രിയാധാതു ഇബാദത്ത്. അതേപോലെ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഇയാദത്ത്. ആദ യഊദു, വിസിറ്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ കേട്ടോ. ആദ യഊദു, വിസിറ്റ് ചെയ്തു. ഇയാദത്ത് വിസിറ്റ് ചെയ്യുക, വിസിറ്റിംഗ്. ഇയാദത്ത്, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. ഇയാദത്തുൽ മരീദ്. ഇയാദത്തുൽ മരീദ് എന്താ? ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ, 6 ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. നമ്മൾ പറയും സന്ദർശിച്ചാൽ എന്താവും? പകരും. പിന്നെ മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ അന്ധവിശ്വാസങ്ങളിൽ പെട്ട കാര്യങ്ങൾ. പോട്ടെ, അത് നമ്മളതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ് ഇയാദത്തുൽ മരീം എന്ന് പറഞ്ഞത്? അത് നമ്മൾ ഓർമ്മിച്ചേക്കുക, കാരണം അത് ഹദീസ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇബാദത്ത്. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമ്മൾ പിന്നീട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഇബാദത്തും ഇയാദത്തും പോലെ ഒരു പാറ്റേൺ ഉണ്ട് ക്രിയാധാതുക്കൾ. അപ്പൊ നമ്മൾ ഇനി വായിക്കുമ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ ഇയാദത്തും ഇബാദത്തും പോലെയുള്ള പാറ്റേണിലുള്ള ക്രിയാധാതുക്കളൊക്കെ നമ്മൾ കണ്ടെത്തി അവിടെ പേജിൽ എഴുതി വയ്ക്കും. ഒരു പേജിൽ ഒരു പാറ്റേൺ എഴുതി വരും. 100 പേജിൽ 100 പാറ്റേൺ എഴുതിക്കോ, അല്ലെങ്കിൽ 100 പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിൽ ക്രിയാധാതുക്കളുള്ള പാറ്റേൺ മാത്രം എഴുതി. ചെറിയ നോട്ട്ബുക്ക് 40 പേജോ 50 പേജുള്ള നോട്ട്ബുക്ക് വാങ്ങിക്കുക. അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ്. അതായത് അറബി ഭാഷയോടുള്ള അഭിനിവേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല, അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. പല സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റൂമിൽ ഒക്കെ എഴുതി തൂക്കുക. അപ്പൊ അവിടെയൊക്കെ പാറ്റേണുകളൊക്കെ എഴുതി പഠിക്കാം. വ്യത്യസ്ത കളറുകൾ ഉപയോഗിക്കുക, കളറിലുള്ള എഴുത്ത് ഉപയോഗിക്കുക, കളറിലുള്ള പേപ്പർ ഉപയോഗിക്കുക, അതിനെ ഹൈലൈറ്റ് ചെയ്യുക, കലാപരമായിട്ട് എഴുതുക. ഇതൊക്കെ പഠനത്തിന്റെ എന്താ പറയാ, പഠനം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ദീർഘകാല അടിസ്ഥാനത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപാധികളാണ്. അപ്പോ അപ്പൊ ഇല മക്കത്ത, മക്ക എന്നത് ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് അവിടെ ഫത്ഹത്ത് കൊണ്ടാണ് എന്ത് ചെയ്തത്? കസ്ർ കൊടുത്തിരിക്കുന്നത്. ഇയാദത്തി അഹീഹി, അഹുൻ എന്നത് അതിന് കസ്ർ ഒന്ന് കൊടുത്തപ്പോ എന്തായി? അഹീഹി. ഇയാദത്തി അഹീഹി. ജാ അഹൂക,
നിന്റെ സഹോദരൻ വന്നു. നളർത്തു അഹാക്ക അല്ലെങ്കിൽ റഅയ്തു അഹാക്ക, നിന്റെ സഹോദരനെ ഞാൻ കണ്ടു. നെസ്ബ് വന്നപ്പോഴും അഹാക്ക, നിന്റെ സഹോദരനെ ഞാൻ കണ്ടു. ഇവിടെ അല്ലെങ്കിൽ ദഹബത്തു ഇല അഹീക്ക, ദഹബത്തു ഞാൻ പോയി ഇല അഹീക്ക, നിന്റെ സഹോദരന്റെ അടുക്കൽ. അതേപോലെ ഇവിടെ എന്താണ്, ഇയാദത്തി അഹീഹി, തന്റെ സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി, വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അൽ മരീർ, അഹിന്റെ വിശേഷണമാണ് അൽ മരീർ. അപ്പൊ അഹ് എന്താണ്, വിശേഷിപ്പിക്കപ്പെട്ട പദമാണ്. അത് അഹിന്റെ വിശേഷണമായിട്ട് അൽ മരീർ വരുമോ? അഹിന് അല്ലില്ലാത്തതാണ്. അപ്പൊ അൽ മരീർ വിശേഷണമായിട്ട് വരുമോ? എങ്ങനെ വരുമല്ലോ അല്ലേ? വരുമോ ഇല്ലേ? നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് സ്പെസിഫിക് ആണെങ്കിൽ രണ്ടാമത്തത് സ്പെസിഫിക് ആയിരിക്കുന്നുണ്ട്. സ്പെസിഫിക് ആണ്. കാരണം അവന്റെ സഹോദരൻ ഇലാഫത്ത് ചെയ്തത് കൊണ്ട്. ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്താവും? ഇലാഫത്ത് ചെയ്യുമ്പോൾ സ്പെസിഫിക് അല്ലാത്തത് സ്പെസിഫിക് ആകും. അൽ ചേർക്കുന്നതിന് തുല്യമായി മാറും. അപ്പോ സ്പെസിഫിക് ആക്കുന്നതിനുള്ള ഒരു പാതി അൽ ചേർക്കുകയാണ്, മറ്റൊരു പാതി ഇലാഫത്ത് ചെയ്യലാണ്. അപ്പൊ അഹീഹി അൽ മരീർ. അപ്പോ അങ്ങനെയുള്ളതിനെ ഇലാഫത്ത് ചെയ്തതിനെ വിശേഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അൽ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അഹീഹിൽ മരീർ, രോഗിയായ തന്റെ സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. അൽ മുദരിസ്. ആഫാഹുല്ലാഹു. അപ്പൊ ആഫ എന്ത് തരം ക്രിയയാണ്? തുലാസി മസീദ് ഫീഹി, അധികാക്ഷരമുള്ള 3+ ക്രിയയാണ്. ആഫ യുആഫി. ആഫ ആഫിയത്ത് നൽകി, സൗഖ്യം നൽകി. ആഫ യുആഫി. ആഫ യുആഫി. അതിന്റെ ക്രിയാധാതു ആഫിയത്ത്. ആഫിയത്ത് എല്ലാ ദിവസവും പറയുന്നുണ്ട് നിങ്ങൾ? എല്ലാ ദിവസവും എത്ര പ്രാവശ്യം പറയും? 17 പ്രാവശ്യം ചുരുങ്ങിയത് പറയണം. ചിലര് പറയാറില്ല. ആർക്കും ഓർമ്മയില്ലേ? ആഫ ജാഹദയുടെ കൽപ്പന എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആഫയുടെ കൽപ്പന എന്തായിരിക്കും? ആഫാക്ക് ദുർബലാക്ഷരമുണ്ട് അവസാനം. കൽപ്പനക്രിയ വരുമ്പോൾ ദുർബലാക്ഷരം. അപ്പൊ റബ്ബ് ഗഫിർലി പറഞ്ഞു നോക്കി. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ ദിവസവും. എത്ര പ്രാവശ്യം ഫർളും സുന്നത്തും ബാക്കി എല്ലാം കൂടെ ആയപ്പം ഹായും തഹജ്ജുദും ബാക്കി എല്ലാം കൂടെ റവാത്തിബും മറ്റെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരുപാടായി. അതാണ് പറയുന്നത്. നമ്മൾ പറയുന്നിടത്തൊക്കെ ഉണ്ട് ഈ അർത്ഥം ആലോചിച്ച് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അറിവ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആഫ യുആഫി. ആഫാഹുല്ലാഹു, നേരത്തെ നമ്മൾ ഷഫാഹുല്ലാഹു പറഞ്ഞല്ലോ. ഷഫായഷ്ഫി 3 അക്ഷരമുള്ളതാണ്. ഷഫായഷ്ഫി 3 അക്ഷരമുള്ളത്. അതേ അർത്ഥം തന്നെയാണ് ആഫാഹുല്ലാഹു. ഷഫ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശമനം നൽകട്ടെ, രോഗത്തിന് ശമനം നൽകട്ടെ. ആഫ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സൗഖ്യം നൽകട്ടെ, അല്ലെങ്കിൽ ആരോഗ്യം നൽകട്ടെ എന്നാണ് ഇവിടെ മാവിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആശംസാ വചനമായതുകൊണ്ടാണ് ആകട്ടെ എന്ന് നമ്മൾ അർത്ഥം പറയുന്നത്. മൻ അൻത യാഹി, മൻ അൻത യാഹി. അപ്പോ അധ്യാപകൻ പറഞ്ഞു അദ്ദേഹത്തിന് അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് മൻ അൻത യാഹി കാനക ത്വാലിബുൻ ജദീദുൻ. മൻ അൻത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചില്ല. കാനക ത്വാലിബുൻ ജദീദുൻ. കാനക നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. കാനക ത്വാലിബുൻ ജദീദുൻ. നീ ഒരു പുതിയ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നുണ്ട്.
ഹുവ അവൻ എന്ത് പറഞ്ഞു? നഅം വസ്നി മുജാഹിദുൻ. അതെ 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 അതെ. വസ്മി ആൻഡ് മൈ നെയിം ഈസ് മുജാഹിദ്. എന്റെ പേരെന്താണ്? മുജാഹിദാണ്. മുജാഹിദ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിയയുടെ ഒരു ക്രിയയിൽ നിന്ന് വന്നതാണ്. ജാഹദ എന്ന ക്രിയയിൽ നിന്ന് വന്നതാണ്. മുജാഹിദ് എന്ന് പറയുമ്പോൾ ജിഹാദ് ചെയ്യുന്നവൻ, ത്യാഗപരിശ്രമം ചെയ്യുന്നവൻ. കഅന്നക മിനൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ നിന്നാണെന്ന് തോന്നുന്നല്ലോ, നീ ഇന്ത്യക്കാരനാണ് എന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ. ആരോ അപശബ്ദം കേട്ടപ്പോഴത്തെ ഞാൻ മൈക്ക് ഓഫ് ചെയ്ത. പറഞ്ഞോളൂ, ഒന്നുകൂടെ ഓൺ ചെയ്യും. കരീം സാർ എന്തായാലും പറഞ്ഞോ. ഒരാൾ എന്തോ പറയാൻ തുടങ്ങിയത്, ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. ഒന്നുകൂടെ പറയും. വേറെ ഒരു അപശബ്ദം വന്നുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തു. കഅന്നക മിനൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ നിന്നുള്ളത് പോലെ ഉണ്ടല്ലോ, നീ ഇന്ത്യക്കാരനാണ് എന്നതുപോലെ ഉണ്ടല്ലോ. മുജാഹിദ്. അന അസ്ലൻ മിനൽ ഹിന്ദ്, അസ്ല് എന്താ? മലയാള വാക്കാണ്. ഒറിജിനൽ. മലയാള വാക്കാണ്. അസലായിട്ടുണ്ടെന്ന് പറയും. പറഞ്ഞു നമ്മൾ മലയാളത്തിന്റെ അസലം കാണും. അപ്പൊ അറബി വാക്കുകൾ അങ്ങനെ ഇടിച്ച് കയറിയിട്ടുണ്ട് മലയാളത്തിലേക്ക്. ഇത്രയും 6000 വർഷത്തെ പഴക്കം അറബി ഭാഷയുമായിട്ട് ബന്ധമുണ്ട് മലയാളത്തിന്. 1, 2, 3, 4, 1000 ഒന്നുമില്ല. 6000-ലധികം വർഷങ്ങളുടെ ബന്ധം അറബി ഭാഷയുമായിട്ട് മലയാളികൾക്കുണ്ട്. അപ്പൊ അത്രയും ഭാഷ ഇതിനകത്ത് ഇടിച്ചു കയറിയിട്ടുണ്ട് മലയാളത്തിൽ. അന അസ്ലൻ, ഞാൻ യഥാർത്ഥത്തിൽ, ഒറിജിനലി മിനൽ ഹിന്ദ്, ഒറിജിനലി ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ന അബി, എന്റെ ഉപ്പ ഹാജറ മിനൽ ഹിന്ദ്. അപ്പൊ ഹാജറ എന്ന വാക്ക് കിട്ടി, അത് ഹൈലൈറ്റ് ചെയ്യണം. ഹാജറ ഒരു ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ് ഹാജറ. മൈഗ്രേറ്റ് ചെയ്തു. നമ്മളെ ആ ഹിജറ അല്ല ഈ ഹിജറ കേട്ടോ. മൈഗ്രേഷൻ എന്ന് തന്നെയാണ് ഇവിടെ ഈ പുതിയ രീതിയിൽ എടുക്കുക. മൈഗ്രേഷൻ പല നിലയ്ക്കുള്ള ആ മൈഗ്രേഷൻ. ഇപ്പോ പലസ്തീനികൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതെന്താണ്? അത് ഹിജറയാണ്. അവരുടെ ദീനിനെയും അവരുടെ ശരീരത്തെയും സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? നാട് വിട്ടു പോവുകയാണ്. അതേസമയം ഇവിടെ നിന്ന് വേറെ നാട്ടിലേക്ക് ചേക്കേറുന്നവനെയും മൈഗ്രേറ്റ് ചെയ്യുന്നവനെന്ന് പറയും. അതാണ് ഇവിടെ. ഇന്ന അബി ഹാജറ മിനൽ ഹിന്ദ്, എന്റെ ഉപ്പ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു. ഇല ഓസ്ട്രേലിയ, എവിടേക്ക് പോയി? ഓസ്ട്രേലിയയിൽ പോയി. വഹുവ ഷാബുൻ, വാവ് എന്ത് കാര്യം വാവാണ്? വാവുൽ ഹാല്. വഹുവ ഷാബുൻ, അയാള് യുവാവായിരിക്കെ, അദ്ദേഹം യുവാവായിരിക്കെയാണ് പോയത്. അപ്പൊ നമ്മളെ വാക്ക് ഇവിടെ ഹാജർ എന്നത്, ഹാജർ, യുഹാജിറു, മുഹാജിറുൻ, മുഹാജിറുൻ, ഹിജ്റത്തുൻ. വഹുവ ഷാബുൻ, അദ്ദേഹം യുവാവായിരിക്കെയാണ് ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. വഅന ഉലിത്തു ഹുനാക, ഉലിത്തു നമ്മൾ ഖുർആനിൽ വായിച്ചിട്ടുണ്ടല്ലോ. ഉലിത്ത് വായിക്കുമ്പോ ദാലിന് ഉച്ചാരണം വേണ്ട കേട്ടോ. താ ശബ്ദം കൊടുക്കണം. ഉലിത്തു ഇതകാം മുത്തജാനിശൈൻ. ദായും അടുത്തടുത്തുള്ള അക്ഷരങ്ങളാണ്. മുത്തജാനിശൈൻ. അപ്പൊ ഉലിത്ത് എവിടെ വായിച്ച നിങ്ങള്? സലാമുൻ അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ. ഞാൻ
ജാതനായി, ജനിപ്പിക്കപ്പെട്ടു. വാന ഉലിത്തു, ഞാൻ ജനിച്ചു. ഹുനാക്ക, അവിടെ, ഞാൻ അവിടെയാണ് ജനിച്ചത്. അൽ മുദരിസ്. അലക്ക ذو قربى في الهند. കുർബ, ബന്ധുക്കൾ. ബന്ധുക്കൾ. ഖരീബ്. സവു കുർബ. കുർബ എന്ന് പറഞ്ഞാൽ ബന്ധുത്വം കേട്ടോ, റിലേഷൻഷിപ്പ്, ബന്ധുത്വം, കുർബ. ജവു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളത്, നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. ഉള്ളതായ. അതിന്റെ ഏകവചനം ذو. ദാദു, ദു ദു. എന്നാണ്. ദുവിന്റെ ബഹുവചനമാണ് ദവു. ദവു. അപ്പൊ ഇവിടെ ദവു പറയുന്നത്, ഈ പാഠത്തിൽ ദവു പറയുന്നത് അതിലെ ഇഅ്റാബ് പറയാൻ വേണ്ടിയാണ്. മുമ്പ് നമ്മൾ അതിന്റെ ബഹുവചനമാണ് ഇത്, ദുവിന്റെ ബഹുവചനമാണ് ദവു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഇഅ്റാബ് എങ്ങനെ വരും എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. അതിന്റെ നസ്ബും റഫ്ഉം ജർറും എങ്ങനെ വരും, അതിന്റെ അടയാളങ്ങളാണ് മനസ്സിലാക്കുന്നത്. അലക്ക ദവു കുർബ. അപ്പൊ ദവു എന്നത് ഇവിടെ റഫ് ഉള്ളതാണ്, ലം ചെയ്യപ്പെടുന്നത്. ദവു കുർബ, നിനക്ക് ബന്ധുക്കൾ, ബന്ധുത്വമുള്ള. ദവു എന്ന് പറയുന്ന ബഹുവചനമുണ്ട്. അങ്ങനെയാണ് ബഹുവചനം. ആൾക്കാർ നിനക്ക് ഉണ്ടോ? ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ നിനക്ക് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുണ്ടോ? അവിടെ അരിത്ത് വരാൻ ദുൽ ഖുർബ എന്ന് വരാൻ എന്തുകൊണ്ടാ? ദുൽ ഖുർബ. ഇവിടെ എന്താണ്? ഇവിടെ സ്പെസിഫിക് അല്ലല്ലോ. ബന്ധുക്കൾ ഉണ്ട്. എങ്ങനെ, ഏതെങ്കിലും നിലയ്ക്കുള്ള ബന്ധുക്കളാണ് ജോലി. ബന്ധുത്വമുള്ളവരായ ആൾക്കാർ. എന്താണ്? സ്പെസിഫിക് അല്ല, അൺസ്പെസിഫിക് ആണ്. ഏതെങ്കിലും നിലയ്ക്ക് ബന്ധുത്വമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിലാണ്. അതേസമയം ജബിൽ ഖുർബ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അവിടെ സ്പെസിഫിക് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ബന്ധുത്വമുള്ളവർ. രണ്ട് രീതിയിലും വരാം കേട്ടോ. ബന്ധുത്വം വരുമ്പോൾ രണ്ട് രീതിയിലും വരാം. ഇവിടെ അൺസ്പെസിഫിക് ആയിട്ടാണ് വന്നത്. അവിടെ വന്നിരിക്കുന്നത് ജബിൽ ഖുർബ എന്ന് പറഞ്ഞിടത്ത് സ്പെസിഫിക് ആയിട്ടാണ് വന്നത്. മുജാഹിദ്. ഞാൻ സാഫർത്തുൽ ആമ. സാഫർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സാഫറയുടെ എല്ലാ രൂപങ്ങളും നമുക്ക് പഠിക്കണം. സാഫറവും ജാഹല പഠിച്ചുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞു നോക്കും. അതായത് സാഫറത്തും സാഫർന, യുസാഫിറു തുസാഫിറു നുസാഫിറു, സാഫിറു, പിന്നെ ലാ തുസാഫിറു, മുസാഫിറുൻ, പിന്നെ സഫർ. അപ്പോ സാഫർത്തു അൽ ആമ, ആ വർഷം, ഏതാ വർഷം? ആ വർഷത്തെ എന്താണ്? വർഷം എന്താണ്? ലർഫ് എന്ന് പറയും. ലർഫ് സമാൻ, സമയത്തെ സൂചിപ്പിക്കുന്ന പദം, കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പദം. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? അൽ യൗമ അക്മൽതു ലക്കും എന്ന് പറയുന്നത് പോലെ, അൽ യൗമ എന്ന് പറയുന്ന പോലെ അൽ ആമ, ആ വർഷം. ഏത് വർഷം? അൽ മാദിയ, ലാസ്റ്റ്, കഴിഞ്ഞ വർഷം. അൽ ആമൽ മാദി, കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഇയർ എന്ന അർത്ഥത്തിലാണ് അൽ ആമൽ മാദി വന്നിരിക്കുന്നത്. അപ്പൊ നിരുപാധികമായിട്ട് പറയുമ്പോൾ അൽ ആമൽ മാദിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലാസ്റ്റ് ഇയർ എന്ന അർത്ഥം. സാഫർത്തുൽ ആമൽ മാദിയ, ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. ഇല ഖറിയത്തിന, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. ഫിൽ ഹിന്ദ്, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാബൽത്തു, സാഫറ പോലെ മറ്റൊരു ക്രിയയാണ് കാബല, കണ്ടുമുട്ടി. കാബല, അഭിമുഖീകരിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. കെബില. അപ്പൊ കാബല വരുമ്പോ പരസ്പരം കണ്ടുമുട്ടി എന്ന അർത്ഥത്തിലാണ് കാബല വരുന്നത്. കബീല എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു. കാബല, കണ്ടുമുട്ടി.
കാബൽത്തു അമാമി അല്ലെങ്കിൽ മീറ്റ് ചെയ്തു കേട്ടോ. കാബൽത്തു അമാമി, അമാം എന്താണ്? ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ അമാം? അമാം ലൈസ അലൈക്കും ജനാഹുൻ അൻ തഅക്കുലു എന്ന് പറഞ്ഞില്ല അവിടെ ഒരു ആയത്തുണ്ടല്ലോ, ഈ ബുയൂത്തിക്കും ഔ ബുയൂത്തി അമ്മാത്തിക്കും എന്നൊക്കെ പറഞ്ഞില്ല, അമാമിക്കും ഉണ്ടോ? ഉണ്ട്. അത് തന്നെ. സൂറത്ത് നൂർ. ഏത് സുഹൃത്തിലായിരുന്നാലും അവിടെ ഉണ്ടത്. ഞാൻ കാണാൻ പഠിച്ചതല്ല സംഭവം. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ വാക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിച്ചോട് ഓർമ്മ വരും. അതിനാ ഖുർആൻ വായിക്കണ്ടേ ഇനി. അതേപോലെ അഹ്വാലും ഉണ്ട്. അപ്പൊ അഴ്മാം എന്താണ്? അമ്മിന്റെ ബഹുജനാണ് അഴ്മാം. അമ്മ എന്ന് പറഞ്ഞാല് ഇത് അപ്പാടെ സഹോദരൻ. ഖാലെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഉമ്മയുടെ സഹോദരൻ. ഉമ്മയുടെ സഹോദരിയല്ല ഖാല്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരി വരണമെങ്കിൽ താ വേണം. അമ്മത്തുൻ, അമ്മത്തുൻ സ്ത്രീലിംഗം, ഖാലത്തുൻ സ്ത്രീലിംഗം. അമ്മുൻ പറഞ്ഞാൽ പുല്ലിംഗം, ഖാലുൻ പുല്ലിംഗം. അമ്മ അപ്പയുടെ സഹോദരൻ, ഖാല് അപ്പയുടെ സഹോദരി, ഉമ്മയുടെ സഹോദരൻ. ഔലാദഹും അവരുടെ അപ്പയുടെ സഹോദരന്മാരെയും ഉമ്മയുടെ സഹോദരന്മാരെയും ഔലാദഹും അവരുടെ മക്കളെയും ഞാൻ മീറ്റ് ചെയ്തു. അപ്പൊ ഔലാദെന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ജെൻഡർ വ്യത്യാസം ഇല്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഔലാദ് വരുമ്പോൾ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ഔലാദ് വരും. വഹും കസീറുൻ, അവർ ഒരുപാട് പേരുണ്ട്. അബി യസൂറുഹും കുല്ല സനത്തിൻ. സാറ യസൂർ നമ്മൾ നേരത്തെ പഠിച്ചാണ്. അബി യസൂറുഹും, ഉപ്പ എന്റെ ഉപ്പ അവരെ സന്ദർശിക്കാറുണ്ട്. കുല്ല സനത്തിൻ, എല്ലാ വർഷവും. അപ്പൊ യസൂർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മുളാരിയെ ഹാബിച്വൽ ആക്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുല്ല സനത്തിൻ വന്നാണ് എല്ലാ വർഷവും സന്ദർശിക്കാറുണ്ട്. കുല്ലസനത്തിൽ കുല്ല് വന്നതിന് ശേഷം ഉള്ള എല്ലാത്തിനും ജെറിയാണ് കുല്ലസനത്തിൽ. വയുറാസിലുഹും, അപ്പൊ നേരത്തെ പറഞ്ഞ ജാഹദയുടെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയ പറഞ്ഞു. ജാഹദ പറഞ്ഞു, ഹാജർ പറഞ്ഞു, സാഫറ പറഞ്ഞു, അതേപോലെ യുറാസിലു. അപ്പൊ യുറാസിലുവിന്റെ മാതൃ എന്തായിരിക്കും? റാസല. റാസല ബന്ധപ്പെട്ടു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള അർത്ഥമാണ് റാസല. യുറാസിലുഹും ദായിമൻ, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട്. കറസ്പോണ്ടൻസ് നടത്താറുണ്ടെന്ന് കേട്ടോ. റാസല കറസ്പോണ്ടൻസ് നടത്തി. ഇപ്പൊ മുറാസിൽ എന്നാണ് കറസ്പോണ്ടന്റിന് പറയുന്നത്. കറസ്പോണ്ടന്റ് മുറാസിൽ. അപ്പൊ യുറാസിലുഹും, റാസല യുറാസിൽ. ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ വേറെ എഴുതി വെക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ദായിമൻ, ദായിമൻ എന്താണ്? ഓൾവേസ്, എപ്പോഴും, എപ്പോഴും. ദായിമൻ. സാറ യസൂറുന്റെ സാറ യസൂർ ഫെയില് സുലാസിയാണ്. സാറ യസൂർ ഖാല യഖൂലു പോലെ. ഹാദ യഊദു, ആദ യഊദു. ആദ യഊദു നേരത്തെ പറഞ്ഞ എന്തിനാണ്? അവിടെ ഇയാദത്ത് എന്ന ക്രിയാധാതു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അത് ഈ പാഠത്തിലെ ഒരു സബ്ജക്റ്റ് ആണ്. ഇയാദത്ത് എന്ന ക്രിയാധാതു ഉണ്ട് എന്ന് പറയുക. ഇവിടെ എന്തല്ല, സാറ യസൂറു, അതെ, അതുപോലെ സിയാറത്ത് വരുന്നുണ്ട്. സാറ യസൂർ, അത് ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കാവുന്ന. സാറ യസൂറിന്റെ ക്രിയാധാതും സിയാറത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ സിയാറത്ത് വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പ്രസക്തമല്ല. നേരത്തെ പിന്നീട് വരുമെന്ന് നോക്കാം. എന്തായാലും അത് ഫേല് സുലാസിയാണ്. ആദ്യ അഴുതും സുലാസി തന്നെയാണ്. പക്ഷെ അയ്യാദത്ത് വന്നത് കൊണ്ട് ആ ക്രിയാധാതുവിന്റെ
പാറ്റേൺ ആണ് പഠന വിഷയം. ബിയസൂറും കൊല്ലസനത്തിനും യുറാസിലുഹും ദായിമൻ, അവരുമായിട്ട് കറസ്പോണ്ടൻസ് നടത്താറുണ്ട്. അൽ മുദരിസ് അൽജബത്കൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യത്തു. അൽജബ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തിയെന്നാണ് ശരിക്കും അതിന്റെ വേർഡ് മീനിങ്. സന്തോഷിപ്പിച്ചു എന്നും അതിനർത്ഥം. സന്തോഷിപ്പിച്ചു. അപ്പൊ അൽജബത്കൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യത്തു, നിനക്ക് ഹാപ്പിയാണോ ഈ ജാമിയ ഇസ്ലാമിയ? ജാമിയ ഇസ്ലാമിയ എന്ന് പറയുന്നത് ഏത് ജാമിയ ആയിരിക്കും ഇത്? ഇപ്പോഴാണ് എത്തിയ പുതിയ സ്ഥലം. അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യത്തു ബിൽ മദീനത്തിൽ മുനവ്വറ. നമ്മൾ മദീന മുനവ്വറയിലെ ജാമിയയിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ ക്ലാസ്, നമ്മളെ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് ജാമിയ മദീന, ജാമിയ ഇസ്ലാമിയ മദീനയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മദീന യൂണിവേഴ്സിറ്റിയുടെ പേരെന്താ? അൽ ജാമിയത്തുൽ ഇസ്ലാമിയ എന്നാണ്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നാ പേര്. അത് മദീനയിലായതുകൊണ്ടാണ് മദീന യൂണിവേഴ്സിറ്റി എന്ന് എല്ലാവരും പറയുന്നത്. അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യത്തു ബിൽ മദീനത്തിൽ മുനവ്വറ എന്നാണ് അതിന്റെ പേര്. മദീന മുനവ്വറയിലെ ജാമിയ ഇസ്ലാമിയ. ഈ ജാമിയ ഇസ്ലാമിയ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? ആർ യു ഹാപ്പി വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി? മുജാഹിദ് ഞാൻ അന മസ്റൂറുൻ. മസ്റൂർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷവാനാണ്. ബിൽതിഹാഖി, ഇൽതഹഖ ജോയിൻ, ഇൽതഹഖ ജോയിൻ ചെയ്തു, ഇൽതഹഖ ബിൽതിഹാഖി. ഇൽതിഹാഖ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? സബഹ ഗ്രൂപ്പാ? ഇസ്തഗ്ഫറല്ലേ? സീൻ എവിടെ? അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറയും. ഇജ്തഹദ. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞില്ല, ഇഖ്തിലാഫ് ഇല്ലാതെ പറയാൻ. ലഹിഖ എന്നതാണ്. ലഹിഖ എന്ന് പറഞ്ഞാല് കണ്ടുമുട്ടി. ലഹിഖ. ഇൽതഹഖ ജോയിൻ ചെയ്തു കേട്ടോ. ലഹിഖയാണ് ഇഖ്തിലാഫ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇൽതഹഖ. അപ്പോ ഹംസും അല്ല, തുടക്കത്തിൽ അലിഫും ഇടയിൽ തായും അധികമായി വന്നു. ഇൽതഹഖ. അപ്പൊ എന്താണ്? 3+ ക്രിയയാണത്. ഇൽതഹഖ ബി ഇൽതിഹാഖി. ഇൽതഹഖ ഇഖ്തലഫ ഇഖ്തിലാഫുൻ, ക്രിയാതാവ് ഇഖ്തിലാഫുൻ. അപ്പോ ഇൽതഹഖ ഇൽതിഹാഖുൻ ബിൽതിഹാഖി, എന്റെ ജോയിൻ ചെയ്യലില്, ജോയിനിങ്. അന മസ്റൂറുൻ ബിൽതിഹാഖി ബിഹാദിഹിൽ ജാമിയത്തിൽ മുബാറക. അപ്പൊ ജാമിയത്ത് നേരത്തെ പറഞ്ഞു അൽ മുബാറക്കത്ത്. അൽ മുബാറക്കത്തിന്റെ ഫേല് മാളി എന്താണ്? ബാറക. അപ്പൊ ബാറക്ക ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ജാഹല ഗ്രൂപ്പിൽപ്പെട്ട. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ മുബാറക്കത്ത് വന്നത് ഇവിടെ. അത് ഹൈലൈറ്റ് ചെയ്യണം. പഠന വിഷയമാണ് ഈ പാഠത്തിൽ. അപ്പൊ അതിന്റെ ജാഹല ഗ്രൂപ്പിന്റെ ക്രിയാധാതുവാണ്, അല്ല കർത്താവിന്റെ രൂപമാണ് മുബാരിക്കുൻ. മുബാരിക്കുൻ മുബാറക്ക് കർമ്മം, ഇസ്മു മഫ്ഊൽ മുബാറക്കുൻ. അപ്പൊ മുബാറക്ക് എന്ന് പറഞ്ഞാല് അനുഗ്രഹം ലഭിച്ചയാള്, അനുഗ്രഹം ലഭിച്ചയാൾ. മുബാരിക്കുൻ അനുഗ്രഹം നൽകിയാൾ. അപ്പൊ ഈ അനുഗ്രഹീതമായ ജാമിയയില് ജോയിൻ ചെയ്തതിൽ ഞാൻ സന്തോഷവാനാണ്. അല്ലത്തി ഫി മഹ്ബിത്തിൽ വഹി. മഹ്ബിത്ത്, മഹ്ബിത്ത്. മഹ്ബിത്തിന്റെ ഫേല് മാളി എന്തായിരിക്കും?
ഹബിത്ത ഹബത്ത ആ ആ വാക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഹബിത്ത ഹബിത്ത തീരെ പഠിച്ചിട്ടില്ല. ഹബത്ത യഹബിത്തു. ഡോക്ടർ പഠിച്ചിട്ടുണ്ട്. ഉം. ഡോക്ടറിനോട് അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞ ഒരു വാക്കില്ലേ, അത് പഠിച്ച അൽബക്കറ പഠിച്ചായിരുന്നു നിങ്ങള്? അതെ. മിസ്രൻ ആ അപ്പോ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട് അവിടെ. ഈബത്തു മിസ്രൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് വയ്ക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഹബിത്തു നഹ്ബിത്തു മിൻഹാ ജമീഅ എന്നും പറഞ്ഞു. ഇവിടെ എല്ലാവരും ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ ഹബത്ത യഹ്ബിത്തു. പിന്നെ ഡോക്ടർ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ വാക്ക് ഉപയോഗിക്കും. അവർ അറബിയിലൊക്കെ പറയും. ഹുബൂത്ത്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ഹുബൂത്ത് എന്നാ പറയുന്നത്. ഹബത്ത യഹ്ബിത്തു. അപ്പൊ എന്തോ അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ യഹ്ബിത്തു എന്ന വാക്ക് ഉപയോഗിക്കും. അറബിയൊക്കെ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഹുബൂത്ത് ഇറങ്ങല്, ഹബിത്വ, ഹബത്ത യഹ്ബിത്തു. അപ്പോ ഇവിടെ എന്താണ്? മഹ്ബിത്താണ്. മഹ്ബിത്ത് സജദ യസ്ജുദു, അതിന്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയാ? മസ്ജിദ്. മസ്ജിദ്. അപ്പൊ അതേപോലെയാണ് മഹ്ബിത്ത്. മഹ്ബിത്ത് ആകുമ്പോ എന്തായിരിക്കും? ഇറങ്ങുന്ന സ്ഥലം. ആ ഇറങ്ങുന്ന സ്ഥലം. മഹ്ബിത്തുൽ വഹി, വഹി ഇറങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ ഇറങ്ങിയ സ്ഥലം. ഇവിടെ ടെൻസ് പ്രസക്തമല്ല, പക്ഷെ വഹി ഇറങ്ങൽ കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങിയ സ്ഥലം. ഹാദിഹിൽ ജാമിയത്തുൽ മുബാറക്കത്ത് അല്ലത്തി. അപ്പൊ ഹാദിഹി ഉപയോഗിച്ചത് ജാമിയത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ആ ജാമിയത്തിന്റെ വിശേഷണമാണ് അല്ലത്തി. അല്ലത്തി എങ്ങനെയുള്ളതാണത്? ഈ മഹ്ബിത്തുൽ വഹി, വഹി ഇറങ്ങിയ സ്ഥലത്തുള്ളതായ. മുഹാജരിൻ നബി. ഇപ്പൊ മുഹാജർ വന്നു. മുഹാജർ, മുഹാജർ എന്തായിരിക്കും? മുഹാജറിന്റെ ഫേഡ് മാറി എന്താ? ഹാജറ. എന്താർത്ഥം? മുഹാജർ അല്ല, പ്രസന്റ് എന്നാണ്. ഹാജറ. പാരായണം ഇത് ഹിജറ പോലെ. നിങ്ങൾ പഠിച്ച് അറബിന്ന് പുറത്തു പോയി മലയാളത്തിലെത്തിയോ? ഹാജറ പ്രസന്റ് ആയിന്നല്ലേ? നിങ്ങൾ അസില് പഠിച്ചപ്പോഴത്തേക്ക് അറബിയാണെന്ന് പറഞ്ഞു. മലയാളത്തിലേക്ക് പോയിട്ട് അറബി വാക്ക് കണ്ടുപിടിക്കാണ്ട് അറബിയിൽ നിന്നിട്ട് മലയാളത്തിലെ വാക്ക് അറബിയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഹാജറ, ഹിജറ ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, ഇന്ന അബി ഹാജറ എന്ന് പറഞ്ഞില്ലേ? മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ? മുഹാജറുൻ. ഹാജറയുടെ ഇസ്മു മഫ്ഊൽ. ഇസ്മു മഫ്ഊൽ. മുഹാജിറുൻ ഹിജറ ചെയ്തവൻ. മുഹാജറുൻ ഹിജറ ചെയ്യപ്പെട്ടത്. ഹിജറ ചെയ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. ഹിജറ ചെയ്ത് വന്നതായ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് വന്നതായ സ്ഥലം, മൈഗ്രേറ്റ് ചെയ്ത് വന്ന സ്ഥലം. ഹിജറ വഹി ഇറങ്ങിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് വന്ന സ്ഥലവുമായ ഈ സ്ഥലത്തുള്ളതായ ജാമിയയിൽ, അനുഗ്രഹീതമായ ജാമിയയിൽ ജോയിൻ ചെയ്തതിൽ ഞാൻ സന്തോഷവാനാണ്. المدرس لما تأخرت يا مجاهد؟ لما تأخرت؟ تأخرت فعل ماضي أول وزن എന്തായിരിക്കും? تأخر. അപ്പൊ അത് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ്? തഅഖറ, തദക്കറ ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതുപോലെ 1 by 1 ആയിട്ടല്ല പറഞ്ഞു. ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ പലതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നു. ജാഹദ പറഞ്ഞു. അതേപോലെ മറ്റൊരു ഗ്രൂപ്പാണ് തഅഖറ. തദക്കറ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ് തഅഖറ. തഅഖറയുടെ പ്രത്യേകത താ തുടക്കത്തിൽ വന്നു, മധ്യത്തെ അക്ഷരത്തിന് ഇരട്ടിപ്പിക്കൽ വന്നു. തഅഖറ.
നീ എന്താണ് വൈകിയത്? ലിമ തഅഖറ വൈകി ഹിന്ദി. ലിമ തഅഖർത യാ മുജാഹിദ്, മുജാഹിദ് നീ എന്താ വൈകിയത്? جئت بعد مضي شهر من بدء الدراسة. جئت بعد مضي شهر. മുളയ്യ് നമ്മൾ ഫേല് മാളി എന്ന് പറയില്ലേ? ഫേല് മാളിയുടെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? ഇസ്മുൽ ഫേല് മാളി എന്ന് പറഞ്ഞ മാളിയിലെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? മലായംലി. 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 മലായംലിയുടെ ക്രിയാധാതുവാണ് മുളയ്യുൻ. മുളയ്യുൻ. എന്നുവെച്ചാൽ കഴിഞ്ഞു പോയതെന്നാ. അപ്പൊ മുളയ്യ് കഴിഞ്ഞു പോകൽ. ബഅദ മുളയ്യി അതിന്റെ വിശദീകരണം വരുന്നുണ്ട് കേട്ടോ, പിന്നീട് ഇവിടെ വരുന്നുണ്ട്. ബഅദ മുളയ്യി ജഅത ബഅദ മുളയ്യി ഷഹ്റിൻ, ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നീ വന്നത്. ഇപ്പൊ ജാമിയ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹോസ്റ്റൽ സൗകര്യം. ദൂരത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. എന്ത് ചെയ്യാണ്? ഇയാൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ അർത്ഥമാണ് ഉള്ളത്. ജഇത ബഅദ മുളയ്യി ഷഹ്റിൻ മിൻ ബദഇ ദിറാസതി. ബദഇന്റെ ഒന്നാമത്തെ രൂപം ബദ ആരംഭിച്ചു. മല കഴിഞ്ഞുപോയി. മല കഴിഞ്ഞുപോയി. മലയുടെ ഇസ്മ ഫാഇൽ എന്താണ്? മലയുടെ ഇസ്മ ഫാഇൽ മാലിൻ. മാലിൻ. അൽ ചേർത്ത് പറയുമ്പോഴാണ് അൽ മാലി എന്ന് പറയുന്നത്. അൽ മാലി എന്ന് പറയുന്നത്. അൽ ഇല്ലെങ്കിൽ മാലിൻ എന്നാണ് പറയേണ്ടത്. ദിറാസത്ത്. ദിറാസത്ത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലുള്ള ഇയാദത്ത് പോലുള്ള ഒരു ക്രിയാധാതുവാണ് ദിറാസത്ത്. ദിറാസത്തിന്റെ വജിൽ അവൽ എന്താണ്? ഫേല് മാലിയ ഒന്നാമത്തെ രൂപം ദറസ. അല്ല, ജാഹദ യുജാഹിദു. ദാറസ യുദാരിസു. ദിറാസത്തുൻ. ദറസ യദുറുസു ആണെങ്കിൽ ദർസുനാണ്. ദിറാസത്തുൻ മിൻ ബഅദി ബദഇ മിൻ ബദഇ ദിറാസതി. പഠനം അല്ലെങ്കിൽ അധ്യയനമാണ് ദാറസ. വഖദ് ഫാതത്ക ദുറൂസുൻ. ഖദ് ഫാതത്ക. അപ്പൊ ഖദ് അടയാളപ്പെടുത്തുക. ഖദ്. അതെന്തിനാണ് അടയാളപ്പെടുത്തിയത്? ഫാത്തത്ത് എന്നെന്താണ്? ഫേല് മാലിയാണ്. ഫാത്തത്ത് ഫേല് മാലി. ഖദ് ഫേല് മാലിയോടൊപ്പം വന്നാൽ എന്തായി? അത് എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതായത് അത് ഊന്നി പറയുന്നതിന് വേണ്ടി നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ്. അത് നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ തുടക്കം. അത് ഉറപ്പായും നടന്നു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് കത് ഉപയോഗിക്കുന്നത്. ഫേല് മാലിയോടൊപ്പം ഉപയോഗിച്ചാൽ സംഭവിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ കത് ഫാത്തത്തിക്ക, നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായും നിനക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഫേല് മാവിയോടൊപ്പം വന്നാൽ എന്താണ്? ഉറപ്പായും. അത് കേട്ടാ, അത് ഉറപ്പായും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഫേല് മാവിയോടൊപ്പം ഉപയോഗിക്കുന്നത്. അപ്പൊ ഫേല് മുതാരിയോടൊപ്പം എങ്ങനെ വരുന്നെന്നുള്ളത് വരുമ്പം പറയാം. ഇവിടെ കതും അതിന്റെ കൂടെ ഫേല് മാവിയും ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാർക്ക് ചെയ്യുക. അത് ഫാത്തത്ക ദുറൂസിൻ, നിനക്ക് പല പാഠങ്ങൾ കഴിഞ്ഞ് നഷ്ടപ്പെട്ടു. ഫാത്ത യഫൂത്തു, നഷ്ടപ്പെട്ടു. ഫാത്ത യഫൂത്തു, ഫൗത്തുൻ, നഷ്ടം.
അത് ഫാത്തത്തൊക്കെ ദുറൂസൻ, നിനക്ക് പല പാഠങ്ങൾ നഷ്ടപ്പെട്ടു. മുജാഹിദ് ഹാവൽതു കസീറൻ അൻ ആതിയ ഇൻദ ബദഇ ദിറാസതി വലാകിൻ ലം അസ്തതി. ഹാവൽതു ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയയാണ് ഹാവല. ഹാവല ശ്രമിച്ചു, അറ്റംപ്റ്റ്. ഹാവല. ഹാവൽതു ഞാൻ ശ്രമിച്ചു, കസീറൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ധാരാളം. അൻ ആത്തിയ, അൻ വന്നുകൊണ്ട് ആത്തിക്ക് എന്ത് ചെയ്തു? നെസ്ബ് എടുത്തു. അൻ ആത്തിയ വരുന്നതിന് വേണ്ടി. ഐന്ദ ബദഇ ദിറാസതി, ബദഇന്റെ ക്രിയാതാ തോന്നുന്നു, നേരത്തെ വന്നിട്ടുണ്ട്. ബദഇ ദിറാസതി അധ്യയനം തുടങ്ങുന്നതിന്റെ സന്ദർഭത്തിൽ, അധ്യയനത്തിന്റെ തുടക്ക സന്ദർഭത്തിൽ. ഐന്ദ ബദഇ ദിറാസതി വലാകിൻ, ലാക്കിൻ ഹൈലൈറ്റ് ചെയ്യുക. ലാക്കിൻ ലം അസ്തതി, ലം അസ്തതി എനിക്ക്, ഇസ്തതാഅ യസ്തതിഉ സാധിച്ചു, ആദ്യം ഇസ്തതാഅ യസ്തതിഉ സാധിച്ചു. ലം അസ്തതി എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ലം വന്നതുകൊണ്ടാണ് ഇസ്തതാഅ യസ്തതിഉ, അസ്തതിഉ എന്നതിന് ഐനിന് മുമ്പ് യാ ഉണ്ട്, അസ്തതിഉ. അപ്പൊ ലം വരുമ്പോൾ ഐനിന് ജസ്മിയാണ്, അവസാനത്തിന് സുക്കൂൻ കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള ദീർഘം ദുർബലാക്ഷരങ്ങളായി. ലം അസ്തതി എനിക്ക് സാധിച്ചില്ല. ഇപ്പൊ ലാക്കിൻ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാ? ലാക്കിൻ എന്ന് പറയുന്നത് ഇന്ന വന്ന കന്ന ലാക്കിന്ന എന്ന് പറഞ്ഞ ശബ്ദമുള്ള ലാക്കിന്ന ഉണ്ടല്ലോ, ആ ലാക്കിന്ന തന്നെയാണ് ഈ ലാക്കിന്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷേ ലാക്കിന്ന എന്ത് ചെയ്യണം? നെസ്ബിയാണ്. ലാക്കിന്ന വന്നാൽ അടുത്ത വാക്കിന് നെസ്ബിയാണ്. ഇന്നയുടെ സഹോദര്യ നിലയ്ക്ക് ഉള്ള നാമത്തിന് അതിന്റെ പ്രാരംഭ ഭാഗത്തിന് നെസ്ബ് ചെയ്യണം, ഉപസംഹാര ഭാഗത്തിന് റഫ് ചെയ്യണം. ലാക്കിൻ ആണെങ്കിലോ ഷെദ് പോയി കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റിയും പോയി. ഷെദ് പോയി കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി പോയി. ലാക്കിൻ വന്നു കഴിഞ്ഞാൽ ലാക്കിന്നയുടെ പ്രയോഗം ഉണ്ടാവുകയില്ല. അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ലാക്കിൻ ഉപയോഗിച്ചിരിക്കുന്നത്. ലം അസ്തതി എനിക്ക് സാധിച്ചില്ല. അർജു അൻ തുസാഇദനി അലാ ഫഹ്മി ദുറൂസിൽ സാബിഖതി. അർജു, റിക്വസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു അർജു, ഞാൻ ആഗ്രഹിക്കുന്നു. റജാ അർജു ആണ് ശരിക്ക്. റജ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. അർജു അൻ തുസാഇദനി എന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർജു. സാഅദ യുസാഇദു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിയയാണ്. ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയയാണ് സാഅദ, സഹായിച്ചു. സാഅദ യുസാഇദു സഹായിച്ചു. അൻ തുസാഇദനി എന്നെ സഹായിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അലാ ഫഹ്മി ദുറൂസി, ഫഹം അറിയാലോ, നമ്മൾക്ക് തുടക്കത്തിൽ പറഞ്ഞു. ഫഹ്മി ഖുർആൻ അലാ ഐശരി തരിക. ഫഹം എന്താണ്? മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. ഫഹ്മി ദുറൂസി സാബിഖതി, ദുറൂസ് പാഠങ്ങൾ, സാബിഖതി കഴിഞ്ഞുപോയ, സബഖ മുൻകടന്ന് കടന്നുപോയ കഴിഞ്ഞുപോയ പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് എന്നെ താങ്കൾ സഹായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അൽ മുദരിസ് സഉസാഇദുക ഇൻഷാ അല്ലാഹ്. സഉസാഇദുക ഞാൻ നിന്നെ സഹായിക്കാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചു. യദ്ഖുലു സുഹൈർ, സുഹൈർ വരുന്നുണ്ട്. യാ സുഹൈറു, അധ്യാപകനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാ സുഹൈറു, സുഹൈറിനെ വിളിച്ചു. ഇന്നക ഗൈറു മുവാളിബൻ, എന്തല്ല? ഗൈറു മുവാളിബൻ. വാളിബൻ നേരത്തെ നമ്മള് റെഗുലർ ആണെന്നുള്ള മറ്റേ വാക്ക് പറഞ്ഞായിരുന്നല്ലോ, അതിന് പകരമുള്ള വാക്കാണ്.
ദായിമൻ. ദായിം എന്ന് പറഞ്ഞാൽ ഓൾവേസ്, അതല്ല. വേറെന്തോ വാക്ക്. വാളബ എന്ന് പറഞ്ഞാൽ റെഗുലറായി. അതെ, വാളബ. ഗൈറു മുവാളിബിൻ, നീ എന്തല്ല, റെഗുലർ അല്ല. വാളിബ്. അപ്പൊ വാളബ് എന്താണ്? ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയ. ഉരീദു അൻ അഷ്കൂക, ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അഷ്കൂക നിന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നതിന്. ഷക്കായഷ്കു കംപ്ലൈന്റ് ചെയ്യുക. അൻ അഷ്കൂക നിന്നെ കുറിച്ച് കംപ്ലൈന്റ്. അഷ്കു നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇലൽ മുദീരി, പ്രിൻസിപ്പലിന്റെ അടുക്കൽ. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുക്കൽ നിന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. സാനഹിനി യാ ഉസ്താദ്, സാനഹ് എന്നെ അനുവദിക്കണമേ എന്നാണ്. സാമഹ് എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണമേ എന്നൊക്കെ അർത്ഥം. സാമഹ്. സാമഹ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയ. ജാഹദയുടെ കൽപ്പന ജാഹിദ് എന്ന് പറഞ്ഞ പോലെ സാമഹ, ഫർഗീവ്. സാമഹനി യാ ഉസ്താദ്, എനിക്ക് ഫർഗീവ് തരണേ. ലൻ അഗീബ വലൻ അതഅഖറ ഫിൽ മുസ്തഖ്ബലി ഇൻഷാ അല്ലാഹ്. മുസ്തഖ്ബൽ, ഭാവി. ലൻ അഗീബ, ലൻ വന്നപ്പോൾ നസ്ബ് ചെയ്തു. ലൻ അഗീബ. ഗാബ യഗീബു, ഗാബ മറഞ്ഞു. കാല പറഞ്ഞു, ഗാബ മറഞ്ഞു. ഇംതല നിറഞ്ഞു. അങ്ങനെ പണ്ട് ഒരു പദ്യത്തിന്റെ പുസ്തകം ഉണ്ടായിരുന്നു, പ്രാസം, മലയാളത്തിന്റെ പ്രാസം അനുസരിച്ചുള്ള ഡിക്ഷണറി. ലൻ അഗീബ ഞാൻ ആബ്സെന്റ് ആവുകയില്ല. ലൻ അതഅഖറ ഞാൻ വൈകുകയില്ല. ഞാൻ വൈകുകയോ ആബ്സെന്റ് ആവുകയില്ല. ഫിൽ മുസ്തഖ്ബൽ ഭാവിയിൽ. നമ്മൾ ഫേല് മുദാരി പറയുന്ന പോലെ ഫേല് മുസ്തഖ്ബൽ അല്ല, ഫേല് മാളി. ഫേല് മാളിയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫേല് എന്താണ്? അൽ ഫേലുൽ മുദാരി. അൽ ഫേലുൽ മുദാരിനെ എന്ത് ചെയ്യാം? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അൽ ഫേലുൽ മുദാരി ഇമ്മാ യകൂന ഹാലൻ ഔ മുസ്തഖ്ബലൻ. ഫേലുൽ മുദാരി എന്തായിരിക്കാം? ഒന്ന് പ്രസന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പൊ ഹാല് നമ്മൾ നമുക്കറിയാം, ഹാല് പ്രസന്റ്, മുസ്തഖ്ബല് ഭാവി. അപ്പോ എല്ലാ കാലന്മാരെയും കിട്ടി. ഖബലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലെ മുസ്തഖ്ബല്? ഖബലിന്റെ ഓപ്പോസിറ്റ് അല്ല മുസ്തഖ്ബല്. ആ രീതിയിലല്ല കേട്ടോ. ഖബല് മുസ്തഖ്ബലിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നില് മാളി ആയിരിക്കും, അല്ലെങ്കിൽ ഹാലായിരിക്കും. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലം കേട്ടോ. മുസ്തഖ്ബൽ ഭാവി. ഖബലിന്റെ ഓപ്പോസിറ്റ് ബാദയാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് വേണ്ടേ? മാച്ചിങ് ആയിട്ടുള്ള ഏകദേശമല്ല. നമ്മൾ മലയാളത്തിൽ ചില വാക്കുകൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കുറച്ചാൾ ഇങ്ങനെ അറബി ആ ലാംഗ്വേജുമായിട്ട് ഘടനയുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. കബില എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതൊരു വേറെ സംഭവം. കബിലയുടെ ഓപ്പോസിറ്റ് വരുമ്പോ ബാധയായിരിക്കും. ഇപ്പൊ അമാമ പറയുമ്പോഴത്തേക്ക് അമാമയുടെ ഓപ്പോസിറ്റ് എന്താ പറയാ? വറ ആണ് വരേണ്ടത്. യമീൻ പറഞ്ഞാൽ യമീന്റെ ഓപ്പോസിറ്റ് എന്താ പറയാ? യസാർ അല്ലെങ്കിൽ ഷിമാൽ. യസാർ പറയാൻ പറ്റില്ല, ഇടത് ഭാഗം, അല്ലെങ്കിൽ ഷിമാൽ എന്നതുപോലെ
മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് മുസ്തഖ്ബൽ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? മാവി ആകാം, ഭാവിക്ക് ഓപ്പോസിറ്റ് കടന്നുപോയതാകാം, അല്ലെങ്കിൽ ഹാലുമാകാം. ഹാല് പ്രസന്റ്. അപ്പം 3 കാലന്മാരെ കിട്ടി. അൽ ഫഅലുൽ മാദി വൽ ഫഅലുൽ ഹാൽ വൽ ഫഅലുൽ മുസ്തഖ്ബൽ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഈ ഫഅലുൽ മാദിയും ഫഅലുൽ മുദാരിയും, ഫഅലുൽ മാദി അല്ല, ഫഅലുൽ മുദാരിയും ഫഅലുൽ ഹാലും ഫഅലുൽ മുസ്തഖ്ബലും ചേർന്നതാണെന്ത്? ഫഅലുൽ മുദാരി. ഫഅലുൽ മുദാരി എന്ന് പറഞ്ഞാൽ നമ്മൾ മാദിയെ ഫഅല് 2 ഇനമാണ്, ആകെ 2 ഇനമാണ്, 2 ഇനമല്ല 3 ഇനം. ഫഅലുൽ മാദി കഴിഞ്ഞാൽ പിന്നെ മുദാരിയാണ്, പിന്നെ ഫഅലുൽ അംറും വേറെ ഇത് വരും. ഫഅലുൽ മാദി മുദാരി. മുദാരിനെ എന്ത് ചെയ്യാം? 2ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് ഒന്ന് ഹാലും പിന്നെ ഒന്ന് മുസ്തഖ്ബലും വരുന്നത്. അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴേ തുടക്കത്തിലെ പറയും ഫതഹ തുറന്നു, യഫ്തഹു തുറക്കുന്നു, അല്ലെങ്കിൽ തുറക്കും. ഇപ്പൊ രണ്ടും ഉണ്ടാകും. രണ്ടും കൂടി ചേർന്നിട്ടാണ് മുദാരി ആകുന്നത്. പിന്നെ മുസ്തഖ്ബൽ ആകണോ എന്ത് ചെയ്യണം? മുസ്തഖ്ബൽ ആണെന്ന് ഉറപ്പ് പറയുന്നതിനാണ് സീനോ സൗഫയോ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇസ്തിഖ്ബാലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇസ്തിഖ്ബാൽ എന്താണ്? അഭിമുഖീകരിക്കലാണ്. ഇസ്തിഖ്ബാലുമായിട്ട് ബന്ധം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അഭിമുഖമായി വരുന്ന എന്നാലും മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ അഭിമുഖമായി വരുന്ന, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അഭിമുഖമായി വരുന്നത്, ഭാവിയിൽ വരുന്നതാണ് സംഭവം. അതാണ് ഇസ്തിഖ്ബാൽ, റിസപ്ഷൻ. ഹാവലിന്റെ അമ്ര എന്താ വരിക? ഹാവിൽ, ജാഹദയുടെ കൽപ്പന എന്താ? ജാഹിദ്. ഹാവിലുള്ള കൽപ്പന ഹാവിൽ. ഇത് സ്പോക്കൺ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ, ഹാവല എന്ന് പറഞ്ഞ വാക്ക്. ഹവ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ചേഞ്ച്. അത് ഹവ്വലയാണ്. ഹവ്വല ചേഞ്ച് ചെയ്തു. സബ്ബഹ ഗ്രൂപ്പാണ്. രണ്ടും ഹവ്വലയും ഹാവലയും 2 അർത്ഥത്തിൽ തന്നെ സ്പോക്കൺ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ്. ഹാവിൽ എന്ന് പറയും ട്രൈ, അറ്റംപ്റ്റ്, ട്രൈ. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഹാവിൽ, നീ നോക്കൂ, ശ്രമിച്ചു നോക്കൂ. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഹാവിൽ, ശ്രമിച്ചു നോക്കുന്നു. അതേസമയം ഹവ്വിൽ, നമ്മള് അങ്ങോട്ട് ടേൺ ചെയ്യണം, ഇങ്ങോട്ട് ടേൺ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഹവ്വിൽ എന്നാണ് പറയുന്നത്. ഹവ്വലയും ഹവ്വിലും. ഓക്കെ. സാമഹനി യാ ഉസ്താദ്, ലൻ നഗീബ വലൻ നതഅഖറ ഫിൽ മുസ്തഖ്ബൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോഴേ ഉസ്താദിനെ അഡ്രസ് ചെയ്തിട്ട് ഒരാൾ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ ആ അഡ്രസ് ചെയ്തിട്ട് ഏതാണ്? ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിലുണ്ട്. അപ്പൊ ഞാൻ അതിന് ഡയറക്റ്റ് മെസ്സേജ് ഇടാഞ്ഞത് അദ്ദേഹം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോ വേറൊരു ഹാജിയും കൂടെ വന്നായിരുന്നു. ഹാജ്യയുണ്ട്. അപ്പോ അവർക്ക് എന്താ പറയാനുള്ളത്? രണ്ടുപേർക്കും പറയാം. അബ്ദുള്ള സാഹിബ് പറയാം. ആദ്യം വന്നയാള് അബ്ദുള്ള സാഹിബ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയാനൊന്നുമില്ല. എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പറയാനുള്ളൂ. കല്യാണത്തിന് വിളിക്കാൻ പോയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഹജ്ജിന് പോയാണെന്ന് പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ, നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടിയും ദീർഘായുസിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അവിടെ എത്തിച്ചേരാനും പ്രാർത്ഥിക്കുക. അതെ. പിന്നെ സഹോദരി പറയും. അസ്സലാമലൈക്കും. ഞാൻ ക്ലാസ്സിലെ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ല. ഇനി ഇൻഷാ അല്ലാഹ് ഹജ്ജിനൊക്കെ പോയിട്ട് ഒന്ന് ആക്റ്റീവ് ആവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ദുബായിൽ നിന്നാണ് ഹജ്ജിന് പോകുന്നത്. പിന്നെ ജൂൺ ആദ്യം പോവും. ഇൻഷാ അല്ലാഹ് എന്താണ് അള്ളാഹു സ്വീകരിക്കുന്ന മഖ്ബൂലായ ഹജ്ജ് ചെയ്തവരാൻ എല്ലാവരും ദുആ ചെയ്യണം. ഒരു പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാതെ ദുആ ചെയ്തവരാൻ എല്ലാവരും ദുആ ചെയ്യണം. എന്റെ ദുആയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും.
അതുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോ ഇപ്പൊ തിരുവനന്തപുരത്താണോ ഉള്ളത്? ഇല്ല, ഇപ്പൊ ഞാൻ അബുദാബിയില. ഓക്കെ. ഞങ്ങൾ ഇവിടെ നിന്നാ അപ്പോ പോണേ. നിങ്ങൾ നേരത്തെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? എന്താ സാർ? കേട്ടില്ല. നേരത്തെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉംറ ചെയ്തിട്ടുണ്ട്. ഉംറയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഹജ്ജ് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഉംറയ്ക്ക് ഏത് വർഷമാണ് പോയത്? ഉംറയ്ക്ക് പോയിട്ട് ഇപ്പൊ ഒരു 10-15 വർഷമാണ്. കുറെ നാല് വർഷം മുമ്പ്, ഏതായാലും 2004 പോയത്. അന്ന് കണ്ടതുപോലെ ഒന്നും അല്ല സംഭവം, എല്ലാം മാറിയിട്ടുണ്ട്. അത് അറിയാം. അത് ഇപ്പൊ നമ്മളിപ്പോ ടിവിയിലൊക്കെ കാണുമ്പോ തന്നെ അറിയാം. അതെ. അപ്പൊ അതുപോലെ അതിന്റെ ഒരു ലക്ഷണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അബ്ദുള്ള സാഹിബും നേരത്തെ കുറെ മുമ്പാണ് നേരത്തെ ഹജ്ജ് ചെയ്തിരുന്നത്. എന്തായിരുന്നാലും നമുക്ക് പറയാനുള്ളത്, ഏതൊരു ആരാധനയും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഘടന മനസ്സിലാക്കിയിട്ടാണ് ആരാധന നിർവഹിക്കേണ്ടത്. നമ്മൾ നമസ്കാരവും നോമ്പും ഒക്കെ നമുക്ക് നേരത്തെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും പിശക് വരാറില്ല, പിഴച്ചു പോകാറുമില്ല. അതേസമയം ഹജ്ജ് എന്ന് പറയുന്നത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പൊ സ്വാഭാവികമായും എനിക്കറിയാം എന്ന ധാരണ ഉണ്ടാകാൻ പാടില്ല. കാരണം ക്രൗഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനത്തിരക്കെന്ന് പറയുന്നത് ഭയങ്കര ജനത്തിരക്ക്. നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ തിരക്കാണ്. ഇന്ന് വരുമ്പോൾ ഇന്നത്തേതായ വേറെ ഒരുപാട് സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനത്തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ തിരക്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പല സംഗതി മറന്നുപോകും. അതുകൊണ്ട് പഠനം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിശകുകൾ വന്നാൽ എന്തൊക്കെ കോമ്പൻസേഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അബദ്ധം വന്നാൽ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ വായിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഹജ്ജിന്റെ ചൈതന്യം, അല്ലെങ്കിൽ അതിന്റെ ആത്മാവ്, അതിന്റെ റൂഹ്, അത് നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ. അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആത്മീയമായ അനുഭൂതിയാണ് നമ്മൾ എന്റർടൈൻ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആവാഹിച്ചെടുക്കേണ്ടത്. യശ്ഹദു മനാഫിഅ ലഹും എന്നാണ് പറഞ്ഞത്. അവിടെ സന്നിഹിതരാകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന, അവിടെ കണ്ടറിയേണ്ടതാണെന്ന് പറയുന്നത്. കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കേണ്ടതില്ല എന്ന് പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് അനുഭവിക്കേണ്ട സംഗതിയാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മളെ ഈ ആ തിരക്കല്ല അനുഭവം. അവിടെ ചെല്ലുമ്പോൾ, വഹി ഇറങ്ങിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, അതേപോലെ വഹി ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പ്രാവശ്യം വായിക്കാൻ തോന്നിയ സൂറത്ത് റഹ്മാൻ. കാരണം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു. ആരുണ്ട് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്നതെന്ന് ചോദിച്ചു. കഅബയിലെ ഹറമില് ആരാണ് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കാന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആരും മിണ്ടിയില്ല. പല പ്രാവശ്യം ചോദ്യം ആവർത്തിച്ചിട്ടാണ് ഞാനുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ്, അതേപോലെ മെലിഞ്ഞ ഒരു പ്രയോജകനാണ്. അദ്ദേഹം അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, അപ്പോൾ തന്നെ എന്ത് ചെയ്തു, അനവധി കരങ്ങളാണ് അദ്ദേഹത്തിന്റെ മുതുകിലും കവിളിലും നെഞ്ചിലും പരിസരങ്ങളിൽ ബോധരഹിതനായി വീണെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ, നമ്മുടെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഹാജർ അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അവരന്ന് ഇത്രയും സൗകര്യങ്ങളൊക്കെ എല്ലാം മുഴുവൻ ശീതീകൃതമാണ്. തറയിലിട്ടിരിക്കുന്ന കല്ലുകൾ പോലും വെണ്ണ കല്ലുകളാണ്. വെയിലടിച്ചാൽ ചൂടേൽക്കാത്ത കല്ലുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. മുകളിൽ സൂര്യന്റെ ചൂടുണ്ടെങ്കിൽ പോലും താഴെ നല്ല ഇതായിരിക്കും, തണുപ്പായിരിക്കും ഉണ്ടാവുക. അത്തരം കല്ലുകളാണ് പായിരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ. അതേസമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക്, അവിടെ കൊണ്ടാക്കിയിട്ട് കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ടാക്കിയിട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ അവസ്ഥ എന്നാൽ, അവിടെ അക്കോമഡേറ്റ് ചെയ്ത് പോവുകയാണ്. ഭാര്യയും മകനെയും അക്കോമഡേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അവിടെ എന്ത് ചെയ്യും, എന്നിട്ട് സംബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. ചില ആൾക്കാർ പറയുന്നത് എന്താ, നമ്മൾ പലപ്പോഴും പറയുന്നത് മകനെയും ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്നു. അള്ളാഹ് പറഞ്ഞു അവിടെ കൊണ്ടാക്കിയിട്ട് പോകാൻ, അവിടെ കൊണ്ടാക്കിയിട്ട് പോയി എന്നതല്ല വിഷയം. അവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹത്തിന് വേണ്ടി പോവുകയാണ്. കാരണം അവരെയും കൊണ്ട് ദൗത്യ നിർവഹം ചെയ്യാൻ പറ്റില്ല. ആ ദൗത്യ നിർവഹത്തിന് പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അങ്ങനെ ഓരോ സംഭവങ്ങൾ, അതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. ആ സംഭവങ്ങൾ അല്ലെങ്കിൽ അതുമായി അതിന്റെ ആത്മാവ് നമുക്ക് നമ്മുടെ സ്മൃതി മണ്ഡലത്തിൽ കൊണ്ടുതരുന്ന,
അവരെല്ലാം ഒരു ദൗത്യം നിർവഹിച്ചവരാണ്. ഹാജർ അലൈഹി ഇസ്ലാം ഒരു ദൗത്യത്തിന്റെ പ്രതിനിധിയാണ്. ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഒരു ദൗത്യത്തിന്റെ പ്രതിനിധിയാണ്, ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഒരു ഉമ്മത്താണ്. ഇബ്രാഹിം മക്കാൻ ഉമ്മത്തൻ എന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഒരു സ്റ്റേറ്റിന്, ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ബോഡിക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന് ഒക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. രാഷ്ട്രത്തിന് മാത്രം ചെയ്യാവുന്ന, ഒരു സമൂഹത്തിന് മാത്രം ചെയ്യാവുന്ന സംഗതിയാണ് ഒരു വ്യക്തിയെ മാത്രം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം മക്കാൻ ഉമ്മത്തുണ്ട്. അങ്ങനെ ഒരു ദൗത്യം, ഈ ദൗത്യത്തിന്റെ എന്ത് പ്രതിഫലനമാണ് എന്റെ മനസ്സിലുണ്ടാകുന്നത്? ഇതാണ് നമ്മൾ ഓരോ സന്ദർഭത്തിലും അവിടെ ചെന്ന് എറിയുമ്പോൾ, ജംറയിൽ എറിയുമ്പോൾ, അവിടെ മിനയിൽ ലാപ്പാർക്കുമ്പോൾ, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞ നിർബന്ധമാക്കി എന്തിനാ? അവിടെ താമസിക്കുമ്പോൾ അവിടെ ആ അനുഭൂതി നമ്മളെ മനസ്സിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഹജ്ജ് ചെയ്യാത്തവർക്ക്, നേരത്തെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർക്ക് അവിടെ എത്തിച്ചേരാൻ, അത്തരം ആരാധനകളിൽ ഭാഗവാക്കാകാൻ നമുക്കും അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. യാത്ര പോകുന്നവര് യാത്രയിലുടനീളം പ്രാർത്ഥന സ്വീകരിക്കുന്ന സന്ദർഭമാണ്. പിന്നീട് അവിടുത്തെ ഹോളി പ്ലേസസ് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ സ്ഥലങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നീട് ഹജ്ജിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥന സ്വീകരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഹജ്ജിലായിരിക്കെ, ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ മിനയിലും അതേപോലെ മസ്ജിദുൽ ഹറാമിലും ഒക്കെ ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന സ്വീകരിക്കുന്ന എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട സമയം. പിന്നീട് പ്രാർത്ഥന സ്വീകരിക്കുന്ന തഹജ്ജുദിന്റെ വേള, ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ളത്, ആ വേളയിലൊക്കെ നമ്മൾ അവിടെ ഉണ്ടാകും, ഉണർന്നിരിക്കുന്നുണ്ടാകും. ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും മൂർധന്യമായ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഏറ്റവും മൂർധന്യമായ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെല്ലാവരെയും ഓർക്കുക, നമ്മളെല്ലാ പ്രശ്നങ്ങളും പറയുക, അതോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ പ്രവേശിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കല്യാണം വിളിക്കാനാണ് വന്നത്, നിങ്ങൾ വരണമെന്ന് പറയാൻ പറ്റും, കല്യാണം വിളിക്കാനാണ് വരുന്നത്. അതേപോലെ ഈ യാത്ര പോകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്താണ് പറയാനുള്ളത്, ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ് എന്ന കാര്യം പറയാൻ പറ്റും. ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോക വിജയമാണ്. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, എന്റെ സന്തതി പരമ്പരയെ, ഞങ്ങളുടെ കുട്ടികളെ, കുടുംബത്തെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നമ്മൾ പലതിനു വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നല്ല സൗകര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ ആത്യന്തികമായി അത് ഒന്ന് പ്രാർത്ഥിച്ചാൽ ബാക്കി എല്ലാം സഫലമായി. നരകത്തിൽ നിന്നും മോചനവും സ്വർഗത്തിൽ പ്രവേശനവും. അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ ഉള്ള തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജ് പോകുന്നവർക്ക് അത് മബ്റൂറും പുണ്യകരവും സ്വീകാര്യോഗ്യമായ ആരാധനയായി നിർവഹിച്ച് മടങ്ങി വരാനും, അങ്ങനെ പാപസുരക്ഷിതരായി ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ മടങ്ങി വരാനും തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.